വിശദമായ വിവരങ്ങളുമായി പമ്പയിൽ നിന്ന് VS അനു ഉണ്ട്, ശ്രീരാജ് ബാബു ഉണ്ട്, ഒപ്പം മനീഷ ഇഷ മാത്യുവും ചേരും. ആദ്യം VS അനുവിലേക്കാണ്. അനു, നമ്മൾ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേട്ടു. സമഗ്രമായി തന്നെ അതിനെ പറഞ്ഞാൽ അത് RSSനെ കൃത്യമായി വെച്ചുകൊണ്ട് തന്നെ കൃത്യമായ മുന വെച്ചുകൊണ്ടുള്ള വർത്തമാനമായിരുന്നു ഉണ്ടായിരുന്നത് മുഖ്യമന്ത്രിയുടെ പക്ഷത്തു നിന്നും. മാത്രമല്ല, ഭഗവത്ഗീത ഉദ്ധരിച്ചുകൊണ്ട് അയ്യപ്പ സംഗമത്തിന് എതിരെ വന്ന എല്ലാ കാര്യങ്ങളെയും അദ്ദേഹം സുപ്രീം കോടതിയുടെ മുമ്പിൽ അത് തടയപ്പെടാനായി അതിനെല്ലാം എതിർക്കപ്പെട്ടുകൊണ്ട് തന്നെ അയ്യപ്പ സംഗമം മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതടക്കം പറഞ്ഞു വെച്ചുകൊണ്ട് മുഖ്യമന്ത്രി എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് അവിടെ സംസാരിച്ചത്, അതിനെ സമഗ്രമായി വിശദമാക്കുകയാണെങ്കിൽ എങ്ങനെയായിരുന്നു അനു അത്? സംഗീത, ആഗോള അയ്യപ്പ സംഗമത്തിൽ ഇപ്പോൾ നടക്കുന്നത് വിവിധ സെഷനുകളാണ്. ആ സെഷനുകൾ ആണ് ഇപ്പോൾ ശബരിമല സമഗ്ര വികസനവുമായി ബന്ധപ്പെട്ട സെഷൻ നടക്കുന്നു. നമ്മുടെ ചോദ്യം ഏറ്റവും പ്രധാനമായും ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗമായിരുന്നു. അതിൽ ഈ ആഗോള അയ്യപ്പ സംഗമം തടയുന്നതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടമൊക്കെ നടത്തിയ ആളുകളെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടുള്ള പ്രസംഗമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നിവിടെ നടത്തിയത്. അതിനെ ഭഗവത്ഗീത ഉദ്ധരിച്ചുകൊണ്ട് എന്താണ് ഭക്തർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു ഭക്തരെ ഭഗവത്ഗീത പറയുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതിനെതിരായി ചിലർ ഈ ആഗോള അയ്യപ്പ സംഗമം തകർക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ അതിനെയൊക്കെ തന്നെ സുപ്രീം കോടതി കൃത്യമായി തടഞ്ഞു എന്നും അദ്ദേഹം പറഞ്ഞു. ഏതായിരുന്നാലും ഇന്ന് രാവിലെ 9:30ക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്തത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രിക്കൊപ്പം വെള്ളാപ്പള്ളി നടേശൻ, അതുകൂടാതെ തന്നെ NSSന്റെ വൈസ് പ്രസിഡന്റ് സംഗീത് കുമാർ, ഈ രണ്ട് സാമുദായിക നേതാക്കളുടെ ഒരു പങ്കാളിത്തം എടുത്തു പറയേണ്ടതാണ്. ഒരുപക്ഷേ കോൺഗ്രസോ BJPയോ ഈ ആഗോള അയ്യപ്പ സംഗമത്തെ തള്ളി പറയാത്തത് ഈ രണ്ട് സാമുദായിക നേതാക്കൾ അവരുടെ പരസ്യ പിന്തുണയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. ഇപ്പോൾ സെഷൻ നടക്കുകയാണ്. ഇതിനുശേഷം വൈകിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു സമഗ്ര അവലോകനം ഉണ്ടായിരിക്കുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. 3500 പേർക്കായിരുന്നു ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ ഇവിടെ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഉദ്ഘാടന പ്രസംഗം കഴിയുമ്പോൾ തന്നെ ആളുകളുടെ ഒരു കുറവ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയും. ഈ ആദ്യ സെഷൻ നടക്കുന്ന പ്രധാന കവാടത്തിലാണ്, അല്ലെങ്കിൽ ആ സ്റ്റേജിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. ഈ മുൻവശത്ത് മാത്രമാണ് ആളുകൾ കൂടുതലുള്ളത്. അതായത് ഈ പുറകു വശത്തേക്കൊക്കെ ആളുകൾ തീരെ ഇല്ലാത്ത ഒരു, അതായത് ഈ നേരത്തെ പറഞ്ഞിരുന്നത് പോലെയുള്ളൊരു വലിയ രജിസ്ട്രേഷൻ, അതുമായി ബന്ധപ്പെട്ട പങ്കാളിത്തം ഇല്ല എന്നുള്ളത് വസ്തുതയാണ്. അതായത് 3 ഇടങ്ങളിൽ സെഷൻ നടക്കുന്നുണ്ട്. ചിലപ്പോൾ അവിടങ്ങളിലേക്ക് ആളുകൾ പോയിട്ടുണ്ടാകാം. മാത്രമല്ല, ഈ ആദ്യ ഘട്ടത്തിലുണ്ടായിരുന്ന, ഈ ഉദ്ഘാടന സമയത്തുണ്ടായിരുന്ന ഒരു പങ്കാളിത്തം ഇവിടെ ഇല്ല എന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ അതേസമയം വളരെ സമഗ്രമായ ചർച്ചയാണ് ഈ ശബരിമല പദ്ധതിയുമായി ബന്ധപ്പെട്ട്, ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇവിടെ നടക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് ശബരിമല സമഗ്രമായി അതിൻ്റെ വികസന കാഴ്ചപ്പാടുമായി മുന്നോട്ട് പോകാൻ കഴിയും? ചർച്ചകൾ ഏത് വിധേനയാണ് നടന്നിട്ടുള്ളതെന്ന് ശ്രീരാജിനോട് ചോദിക്കാം. ശ്രീരാജ്, ഇക്കാര്യത്തിൽ വിവിധ സെഷനുകൾ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അത് ഏതൊക്കെ സെഷനുകളാണ്? അതിലിപ്പോൾ ആൾക്കാരുടെ പങ്കാളിത്തം ആദ്യ ഇടത്ത് കുറവുണ്ട് എന്ന് അനു സൂചിപ്പിക്കുകയായിരുന്നു. എങ്ങനെയാണ് മറ്റിടത്തെ കാര്യങ്ങളൊക്കെ, മാത്രമല്ല സമഗ്രമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ടോ? സെമിനാറിലെ ആളുകളുടെ ഒരു ഇടപെടലടക്കം ഏത് രീതിയിലാണ്? സംഗീത, ഉദ്ഘാടനത്തിന് ശേഷം 3 വേദികളിലായിട്ടാണ് പ്രധാനമായും ചർച്ചകൾ നടന്നത്. പ്രധാനപ്പെട്ട വേദിയിൽ ശബരിമല മാസ്റ്റർ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തി. മറ്റൊരു വേദിയിൽ പിൽഗ്രിം ടൂറിസവുമായി ബന്ധപ്പെട്ട ചർച്ചകളും, 3-ാം വേദിയിൽ ക്രൗഡ് മാനേജ്മെൻറ്റ്, ശബരിമലയിലെ തിരക്ക് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ചർച്ചകളുമായിരുന്നു നടത്തിയിരുന്നത്. ആദ്യ വേദിയെ അപേക്ഷിച്ച് മറ്റ് 2 വേദികളും ചെറിയ വേദികളാണ്. അതുകൊണ്ട് തന്നെ ആളുകളുടെ പങ്കാളിത്തവും ഈ 2 വേദികളിലും ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് ഈ ക്രൗഡ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളിൽ ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിനെ സംബന്ധിച്ചുള്ള വിശദമായ കാര്യങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വിശദീകരിച്ചു. അതിൽ ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടുന്നതും AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഭാവിയിൽ ശബരിമലയിലെ തിരക്ക് നിയന്ത്രണം അടക്കമുള്ള കാര്യങ്ങൾ സംയോജിപ്പിക്കുമെന്ന് തന്നെയാണ് അവിടെ പോലീസ് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചത്. അതിൽ ശബരിമലയിലേക്ക് വരുന്ന വാഹനങ്ങളുടെ എണ്ണം, അതിൽ ആരൊക്കെ എത്തുന്നു, ഏതെങ്കിലും തരത്തിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ ഉണ്ടോ, ഈ വരുന്ന ആളുകൾ ഈ വാഹനത്തിൽ തിരികെ പോകുന്നുണ്ടോ എന്നടക്കം ഉള്ള വിവരങ്ങൾ അറിയാൻ സാധിക്കുന്ന തരത്തിലുള്ള AI സംവിധാനങ്ങൾ ഒരുക്കും. AI ക്യാമറകളടക്കം ഇതിനു വേണ്ടിയിട്ട് ഒരുക്കും. അതുപോലെ തന്നെ കാലാവസ്ഥ മനസ്സിലാക്കാനും, അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം തിരിച്ചറിയാവുന്നതും അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഈ AI സംവിധാനം ഉപയോഗപ്പെടുത്തുമെന്നാണ് ഈ ക്രൗഡ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നടന്നത്. ഇത് ഏറ്റവും ശബരിമലയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ്. കാരണം
കാരണം 17,000 പേർക്ക് മാത്രം 17,000 പേർക്ക് ഒരേ സമയം നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ശരി ശ്രീരാജ്. എന്താണെങ്കിലും വിവിധ വിഷയങ്ങളിൽ വളരെ ആഴത്തിലുള്ള ചർച്ചകളാണ് അവിടെ നടക്കുന്നത്. സന്നിധാനത്തുനിന്നും മനീഷ ഐഷ മാത്യു കൂടി ചേരുകയാണ്. മനീഷ, അവിടുത്തെ ഒരു സാഹചര്യം എന്താണ്? നിരവധി ആൾക്കാരാണ് ഈ ഇതിൽ പങ്കെടുത്തിട്ടുള്ളത്. സന്നിധാനത്തേക്ക് ആളുകൾ VIP അടക്കം എത്തുന്ന സാഹചര്യമാണുള്ളത്. എന്താണ് സന്നിധാനത്തെ ഒരു കാഴ്ച? സംഗീത, ഇന്ന് രാവിലെ മുതൽ തന്നെ ഭക്തജനങ്ങൾ വലിയ രീതിയിലേക്ക് സന്നിധാനത്ത് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, അതായത് ഇതിന് മുമ്പത്തെ ദിവസം 27,000 പേരാണ് ഇവിടെ ദർശനം നടത്തിയതെങ്കിൽ അത് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ന് കാര്യമായ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെട്ടില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഇനിയും വരുന്ന മണിക്കൂറുകളിൽ ഒരുപക്ഷെ കൂടുതൽ തിരക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. നിലവിൽ ഇപ്പോൾ ഉച്ചപൂജകൾക്ക് ശേഷം സന്നിധാനത്തിൻ്റെ നട അടച്ചിരിക്കുകയാണ്. നട ഇനി തുറക്കുക 5 മണിക്കായിരിക്കും. 5 മണിയോട് കൂടിയായിരിക്കും ഇനിയും കൂടുതൽ ഭക്തർ ഇവിടേക്ക് എത്തിച്ചേർക്കുക. നേരത്തെ ഈ സന്നിധാനത്ത് ഈ ഒരു അയ്യപ്പ സംഗമം നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ആദ്യം ചില നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരുന്നെങ്കിലും പിന്നീട് അത് മാറ്റുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന സാന്നിധ്യം ഇവിടെ ഇനി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. രാവിലെ തന്നെ തമിഴ്നാട് മന്ത്രിമാരടക്കമുള്ളവർ വന്ന് ദർശനം നടത്തി മടങ്ങിയിട്ടുണ്ട്. എന്തായാലും 5 മണിയോട് കൂടി തന്നെ ഈ ബാക്കി പൂജകൾക്കൊക്കെയായി നട തുറക്കും. ആ നട തുറക്കുന്നതിന് പിന്നാലെ അയ്യപ്പ സംഗമം അവസാനിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ തന്നെ കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. സംഗീത. ശരി മനീഷ്, എന്താണെങ്കിലും ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടൊരു സമഗ്രമായ ചിത്രമാണ് VS അനുവും ശ്രീരാജും മനീഷും ചേർന്ന് പങ്കുവച്ചത്.